Hi everyone, this is Yebinse from Evika. അങ്ങനെ ഒഫീഷ്യലി നമ്മുടെ iOS 18 ഇപ്പോൾ റിലീസ് ആയിരിക്കുകയാണ്. ഈ ലിസ്റ്റ് ചെയ്യുന്ന എല്ലാ ഡിവൈസുകൾക്കും iOS 18 ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ടാവും. ഇതേപോലുള്ള പുതിയ അപ്ഡേഷൻസ് റിലീസ് ആകുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ആൻഡ് iOS 18 എന്ന് പറഞ്ഞാൽ ഒരു ഫണ്ടമെൻ്റലായ റീഡിസൈനിങ്ങും റീമാപ്പിങ്ങും ചെയ്തിരിക്കുന്ന ഒരു വലിയൊരു അപ്ഡേഷൻ തന്നെയാണ്. സോ തുടക്കം തന്നെ നമ്മുടെ ഈ പറയുന്ന ഹോം സ്ക്രീനിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഡെയിലി കാണുന്ന ഈ ഒരു ഹോം സ്ക്രീനിൽ തന്നെ ആപ്പിൾ കുറേയധികം മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കാം. ഇവിടെ നിങ്ങൾക്ക് എഡിറ്റ് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ക്ലിക്ക് ചെയ്യാം. ഇവിടെ 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ആഡ് വിജറ്റ്, കസ്റ്റമൈസ്, എഡിറ്റ് പേജ് എന്ന്. ഈ ഒരു കസ്റ്റമൈസിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ താഴത്ത് പുതിയ 4 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ലൈറ്റ്, ഡാർക്ക്, ഓട്ടോമാറ്റിക് ആൻഡ് ടിൻറ്റഡ് എന്ന് പറയുന്നത്. ഈ ഡാർക്ക് മോഡ് നമുക്ക് നേരത്തെ ഓൾറെഡി iOS 17ലും 16ലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഒരു ആപ്പ് ഐക്കൺസും വിജറ്റ്സും ഡാർക്ക് മോഡിലേക്ക് അല്ലെങ്കിൽ ഡാർക്ക് കളറിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ ഓട്ടോമാറ്റിക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ സൺസെറ്റും സൺറൈസും അനുസരിച്ച് ഈ പറയുന്ന ഫോണിൻ്റെ ഓരോ മോഡുകളും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതേപോലെ ടിൻറ്റഡ് ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇഷ്ടമുള്ള കളറ് നമുക്ക് ഇതേപോലെ നമ്മുടെ ആപ്സിനും വിജറ്റ്സിനും കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ജസ്റ്റ് ഗ്രീൻ കൊടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ആപ്പ് ഐക്കൺസിനും വിജറ്റ്സിനും ഉൾപ്പെടെ ആ ഒരു ഗ്രീൻ ഐക്കൺ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഞാൻ ഡാർക്ക് മോഡിലേക്ക് സ്വിച്ച് ചെയ്തു. ഇവിടെയും നമുക്ക് പുതിയ 2 ഓപ്ഷൻസ് ഉണ്ട്, സ്മോൾ ആൻഡ് ലാർജ്. ഈ ലാർജ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ആപ്സ് എല്ലാം കുറച്ചും കൂടെ വലുതാവും. പക്ഷേ താഴത്തുള്ള പേരുകളെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് മാഞ്ഞു പോയിട്ടുണ്ട്. സ്മോൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഓരോ ആപ്ലിക്കേഷൻസ് പേരും നിങ്ങൾക്കിവിടെ കാണാം. ആൻഡ് ഇവിടെ ഒരു ചെറിയൊരു ഐക്കൺ ഉണ്ട്. ഈ ഒരു ഐക്കൺ എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു ഡാർക്ക് മോഡിൽ തന്നെ നിങ്ങൾക്ക് ഡാർക്കും ലൈറ്റും സെറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു വാൾപേപ്പർ ബ്രൈറ്റർ ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു വാൾപേപ്പർ ഡിം ആയിട്ടുണ്ട്. ഈ ഒരു കളർ ഓപ്ഷൻസും നമുക്ക് ഈ ലൈറ്റ് മോഡിലും ഡാർക്ക് മോഡിലും എല്ലാത്തിനും നമുക്ക് അവൈലബിൾ ആണ്. അടുത്ത് വന്നിരിക്കുന്ന ഹോം സ്ക്രീൻ ചേഞ്ച് ആണ്. ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കാം. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു വിജറ്റിൽ ചെറിയൊരു ടോഗിൾ കാണാൻ പറ്റും. ആ ഒരു ടോഗിൾ ജസ്റ്റ് നമുക്ക് സ്വൈപ്പ് ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ വിജറ്റ് റീസൈസ് ചെയ്യാൻ പറ്റും. പഴയ പോലെ നമ്മൾക്ക് ഓരോ വട്ടം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് റീസൈസിങ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഞാൻ ഡ്രാഗ് ചെയ്യാം, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അതേപോലെ എനിക്ക് ഈ ഒരു മ്യൂസിക് വിജറ്റ് ജസ്റ്റ് ഒന്ന് വലുതാക്കണം. ഡ്രാഗ് ചെയ്യാം, നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ആ ഒരു ഡ്രാഗ് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ ആപ്സൊക്കെ റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ ആ ഒരു വിജറ്റും എനിക്ക് വലുതായിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ഒന്നും കൂടെ അത് സ്കെയിൽ ചെയ്യുകയാണ്. നേരത്തെ ഉണ്ടായ ആ ഒരു എല്ലാ പേജസും കാര്യങ്ങളും എനിക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇതേപോലെ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ അപ്പോൾ തന്നെ ഒരു വിജറ്റായിട്ട് മാറ്റണമെങ്കിൽ സിമ്പിളായിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഈ ഒരു സ്പോട്ടിഫൈ ആപ്പ് പെട്ടെന്ന് ഒരു വിജറ്റ് ആക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കാം. ഇവിടെ ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ കുറേയധികം ഓപ്ഷൻസ് ഉണ്ട്. ആ ഒരു ഓപ്ഷൻസിൽ നിങ്ങൾക്ക് ഇവിടെ 3 ഐക്കൺസ് കാണാൻ പറ്റും. അതിൽ ജസ്റ്റ് ഈ ഒരു ഐക്കൺ ഞാൻ ക്ലിക്ക് ചെയ്യാം. ഓട്ടോമാറ്റിക്കലി ആ ഒരു ആപ്ലിക്കേഷൻ ഒരു വിജറ്റായിട്ട് മാറിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അടുത്തൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വിജറ്റ് കുറച്ച് എൻലാർജ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഹോം പേജിൽ തന്നെ വിജറ്റ് ആക്കാനുള്ള ഓപ്ഷനും നിങ്ങൾക്കിവിടെ അവൈലബിൾ ആണ്. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പഴയ പോലെ നമ്മുടെ ആപ്പ് ഐക്കൺ അല്ലെങ്കിൽ ആപ്പ് സൈസിലേക്ക് ആ ഒരു വിജറ്റ് മാറുന്നതും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി വന്നിരിക്കുന്ന ഒരു ഫണ്ടമെന്റൽ മാറ്റമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്തത്. നമ്മളുടെ ഫോണിൽ ഫേസ് ID ഉണ്ടായിരുന്നു, പക്ഷേ ഓരോ ആപ്ലിക്കേഷൻ വൈസ് നമുക്ക് ഫേസ് ID ഒതൻറ്റിക്കേറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇനി മുതൽ നമുക്ക് ആ ഒരു പ്രശ്നമില്ല. ഓരോ ആപ്ലിക്കേഷൻസ് വെച്ച് നമ്മുടെ iOS 18ൽ നമുക്ക് ഇനി ഫേസ് അൺലോക്ക് അല്ലെങ്കിൽ ഫേസ് ലോക്ക് ചെയ്യാൻ പറ്റും. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫേസ് ലോക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും നമ്മുടെ ഫോട്ടോസ് ആപ്പ് തന്നെയാണ്. നമുക്ക് ആദ്യം അത് തന്നെ ചെയ്യാം. ജസ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിക്കാം. ഇവിടെ നിങ്ങൾക്ക് കുറേയധികം ഓപ്ഷൻസ് ഉണ്ടാവും. തൊട്ട് താഴത്ത് ഡിലീറ്റ് ആപ്പിൻ്റെ തൊട്ട് താഴത്ത് റിക്വയർ ഫേസ് ID എന്ന ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രോംപ്റ്റ് വരും. ഈ പറഞ്ഞ റിക്വയർ ഫേസ് IDയിൽ ഈ പറഞ്ഞ ഫോട്ടോസ് തന്നെയല്ലേ എന്ന് ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് വന്നിട്ടുണ്ട്. ജസ്റ്റ് റിക്വയർ കൊടുക്കാം. എൻ്റെ ഫേസ് ID ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ഫേസ് IDയിൽ കുറേയധികം കാര്യങ്ങൾ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടാവും. അതിനെല്ലാത്തിനും ഒരു ആക്സസ് കൊടുക്കണം. ഞാൻ ഡൺ കൊടുത്തു. എൻ്റെ ഈ പറഞ്ഞ ഫോട്ടോസ് ആപ്പ് ഇപ്പോൾ ലോക്ക് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഫേസ് ID ഒതൻറ്റിക്കേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമാണ് എനിക്ക് ഇനി മുതൽ ഈ പറഞ്ഞ ഫോട്ടോസ് ആപ്പ്
ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതേപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഓരോ ആപ്ലിക്കേഷനും ഫോർ എക്സാമ്പിൾ നമ്മുടെ സോഷ്യൽ മീഡിയാസ് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് എന്നീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതേപോലെ നമുക്ക് ഫേസ് ഐ ഡി വെച്ച് ഒതൻറ്റിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത വന്ന മാറ്റം ആൻഡ്രോയിഡിൽ ഇത് കൊല്ലങ്ങളായിട്ടുണ്ടെങ്കിലും iOSലേക്ക് വരുമ്പോൾ ഓരോ യൂസറിനും ഇതൊരു ഫ്രഷ് ഫീലിംഗ് തന്നെയാണ്. ഇനി മുതൽ നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു സ്ഥലത്തേക്ക് നമ്മുടെ ഹോം സ്ക്രീനിലേക്ക് ഈ പറഞ്ഞ ആപ്സുകൾ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാം, അതിനുശേഷം ഡ്രാഗ് ചെയ്ത് ഞാൻ ഇവിടെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഈ പറഞ്ഞ ആപ്സുകൾ പ്ലേസ് ചെയ്യാൻ പറ്റും. ഇത് ആൻഡ്രോയിഡ് യൂസേഴ്സിന് വലിയൊരു ഗിമ്മിക്കായിട്ട് ഫീൽ ചെയ്യുമെങ്കിലും ആസ് എ ഐഫോൺ യൂസർ ഇതൊരു വലിയ മാറ്റം തന്നെയാണ്. കാരണം നമ്മുടെ ഫോട്ടോസും ബാക്കി കാര്യങ്ങളും വാൾപേപ്പറായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ആ ഒരു വാൾപേപ്പറിനനുസരിച്ച് നമ്മുടെ ഫുൾ ആപ്സും റീഅറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഓപ്ഷൻ ഫൈനലി നമുക്ക് വന്നിരിക്കുകയാണ്. പിന്നീട് വന്ന മാറ്റം നമ്മുടെ ഹോം സ്ക്രീൻ ലേഔട്ടിൻ്റെ മെമ്മറിയാണ്. അതായത് ഇപ്പോൾ ഞാൻ വേറൊരു വാൾപേപ്പർ സെറ്റ് ചെയ്യാമെന്ന് കരുതുക. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ പറഞ്ഞ എവിക്കയുടെ സ്പെഷ്യൽ എഡിഷൻ വാൾപേപ്പറാണ്. ഇത് നിങ്ങൾക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ തൊട്ടതാഴത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വെബ്സൈറ്റിൽ പോകുകയാണെങ്കിൽ ഈ ഒരു ബ്യൂട്ടിഫുൾ വാൾപേപ്പർ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ പറഞ്ഞ ഹോം സ്ക്രീൻ ലേഔട്ട് മെമ്മറി എന്ന് പറഞ്ഞാൽ ഞാൻ അടുത്തൊരു വാൾപേപ്പറിലേക്ക് പോവുകയാണ്. ഇതേപോലെ നമുക്ക് ഓരോ വാൾപേപ്പറിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ ആ ഒരു ഹോം സ്ക്രീൻ ഐഫോണിന് മുതൽ ഓർത്തു വെക്കുന്നതാണ്. നേരത്തെ എൻ്റെ ഈ പറഞ്ഞ ഹോം സ്ക്രീൻ ലൈറ്റ് മോഡിലായിരുന്നു. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും എൻ്റെ വാൾപേപ്പർ ചേഞ്ച് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഹോം സ്ക്രീൻ ഇൻ്റർഫേസും ഓട്ടോമാറ്റിക്കലി മാറിയിട്ടുണ്ട്. ആ ഓരോ ആപ്സിൻ്റെ ഐക്കൺസും ഡാർക്ക് മോഡിലേക്ക് സ്വിച്ച് ആയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഓരോ ഹോം സ്ക്രീനും വാൾപേപ്പർ ചേഞ്ച് അനുസരിച്ച് കറക്റ്റായിട്ട് ചേഞ്ച് ആവുന്നതാണ്. ഇനി അടുത്ത മാറ്റമാണ് ഐഫോൺ യൂസേഴ്സ് ഇനി വരെയും കാണാത്ത കംപ്ലീറ്റ്ലി റീഡിസൈൻഡ് കൺട്രോൾ സെൻറ്റർ എന്ന് പറയുന്നത്. യെസ്, ഈ ഒരു കൺട്രോൾ സെൻറ്റർ ഇന്നേ വരെയും ഐഫോൺ യൂസേഴ്സ് എക്സ്പീരിയൻസ് ചെയ്യാത്തതും അതേപോലെ തന്നെ ഏറ്റവും യൂസ്ഫുൾ ആവുന്ന ഒരു കൺട്രോൾ സെൻറ്റർ. ഇനി മുതൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ പറഞ്ഞ കൺട്രോൾ സെൻറ്റർ നിങ്ങളുടെ ആവശ്യമനുസരിച്ച് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഇവിടെ ഏറ്റവും ആദ്യം വരുന്നത് ഒരു ഫേവറേറ്റ് ഓപ്ഷൻസ് ആണ്. ഈ ഒരു ഫേവറേറ്റ് ഓപ്ഷൻസിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ പറഞ്ഞ ഫോണിൻ്റെ സൗണ്ട്, ബ്രൈറ്റ്നസ്, അതേപോലെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക് ഓപ്ഷൻസ്, അതേപോലെ നമ്മുടെ പാട്ടിൻ്റെ മീഡിയ കൺട്രോൾ, ഓറിയൻറ്റേഷൻ ലോക്ക്, മ്യൂസിക് റെക്കഗ്നീഷൻ, നമ്മുടെ ഫോക്കസ് മോഡ്, എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ സെക്കൻഡ് പേജ് എടുക്കുകയാണെങ്കിൽ എൻ്റെ ഫുൾ സ്ക്രീനായിട്ടുള്ള മീഡിയ കൺട്രോളും നിങ്ങൾക്കിവിടെ കാണാം. തേർഡ് വൺ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക് സെറ്റിങ്സ് എന്ന് പറയുന്നത്. ഈ ഒരു പേജിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഫസ്റ്റ് ഓപ്ഷനിൽ നിങ്ങൾക്ക് ഒരു ടോഗിളും കാണാൻ പറ്റുന്നില്ല. പക്ഷേ സെക്കൻഡ് ഓപ്ഷനിൽ നിങ്ങൾക്ക് ചെറിയൊരു ആരോ ടോഗിൾ കാണാൻ പറ്റുന്നത്. അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഓപ്ഷനുള്ള കുറച്ച് സബ് ഓപ്ഷൻസും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ വൈഫൈ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിലുള്ള കുറച്ച് സബ് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ സെല്ലുലറിലില്ല, പക്ഷേ ബ്ലൂടൂത്തിൽ നമുക്ക് ആ ഒരു കുറച്ച് സബ് ഓപ്ഷൻസ് ലഭിക്കുന്നുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് സബ് ഓപ്ഷൻസ് ഉള്ള കാര്യങ്ങളും ഇവിടെ കറക്റ്റായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. തൊട്ട് താഴത്ത് അഡീഷണലി നമ്മൾ ആഡ് ചെയ്യുന്ന ഓരോ കൺട്രോൾസും ഇതേപോലെ ഒരു ചെറിയ ഡോട്ടായിട്ട് നിങ്ങൾക്ക് വരുന്നതാണ്. ഇനി ഈ ഒരു കൺട്രോൾ സെൻറ്റർ നിങ്ങൾക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിക്കുക. ഇവിടെ ആഡ് കൺട്രോൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ തൊട്ട് പോകത്ത് ഇവിടെയായിട്ട് നിങ്ങൾക്കൊരു ആഡ് ബട്ടൺ ലഭിക്കുന്നതാണ്. ഈ ഒരു ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിലും ഇനി മുതൽ നിങ്ങൾക്ക് ഒരു പുതിയ കൺട്രോൾ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഐഫോൺ യൂസേഴ്സിന് ഏറ്റവും ബുദ്ധിമുട്ടായിരുന്ന വേറൊരു കാര്യമാണ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക, അതേപോലെ റീസ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞ കാര്യം. ഇനി മുതൽ ആ ഒരു പ്രശ്നവും നമുക്ക് വരുന്നില്ല. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഒരു പവർ ഓഫ് ബട്ടൺ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതിന് പകരം ജസ്റ്റ് ക്ലിക്ക് ആൻഡ് ഹോൾഡ് നമ്മുടെ ഡിവൈസ് ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ പവർ ഓഫ് ബട്ടണിലേക്ക് പോകുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ട് ഈ ഒരു കൺട്രോൾ സെൻറ്ററിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ആ ഓരോ കൺട്രോൾസിൻ്റെയും മാറ്റങ്ങളും അതേപോലുള്ള ഓപ്ഷൻസും ഈ ഒരു പ്ലസ് ബട്ടൺ ടാപ്പ് ചെയ്യണമെങ്കിൽ ഒരു ഇഷ്ടം പോലെ ഓപ്ഷൻസ് ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. നമുക്ക് ആവശ്യമനുസരിച്ച് ഈ പറഞ്ഞ ഓരോ കൺട്രോൾസും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ജസ്റ്റ് ഈ ഒരു സ്റ്റോപ്പ് വാച്ച് ആഡ് ചെയ്യുകയാണ്. സ്റ്റോപ്പ് വാച്ച് ആഡ് ചെയ്തു. നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും നേരത്തെ നമ്മുടെ ഹോം സ്ക്രീനിൽ കണ്ട ആ ഒരു വിജിറ്റിൻ്റെ ഡ്രാഗിങ് ഓപ്ഷൻസ് ഇവിടെയും നമുക്ക് ലഭിക്കുന്നുണ്ട്. ജസ്റ്റ് ഡ്രാഗ് ചെയ്യാം. നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ ഇത്രയും വലിയൊരു ഐക്കണായിട്ട് മാത്രം ചേഞ്ച് ചെയ്യാൻ പറ്റും. അതേപോലെ ജസ്റ്റ് സ്വൈപ്പ് ഡൗൺ ചെയ്യുകയാണെങ്കിൽ
ഈ ഒരു ചെറിയ ടോഗിളായിട്ടും കൺട്രോൾ സെൻറ്ററിൽ നമുക്ക് പുതിയ ഓപ്ഷൻസ് ആഡ് ചെയ്യാൻ പറ്റും. ഇതേപോലെ നിങ്ങൾക്കും ഓരോ കാര്യങ്ങളും ഈസി ആയിട്ട് അലൈൻ ചെയ്യാനും അതേപോലെ ഡ്രാഗ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് അത് എൻലാർജ് ചെയ്യാനും പറ്റുന്ന ഓപ്ഷൻ നമ്മുടെ കൺട്രോൾ സെൻറ്ററിൽ ഒഫീഷ്യലി വന്നിരിക്കുകയാണ്. പിന്നീട് വന്ന മാറ്റം നമ്മുടെ ലോക്ക് സ്ക്രീനിലാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ വലിയ ഒരു ഫണ്ടമെൻ്റൽ ചേഞ്ചസ് ഒന്നും ഈ ഒരു ലോക്ക് സ്ക്രീനിൽ കാണാൻ പറ്റില്ല. പക്ഷേ ഇവിടെ എല്ലാ ഒരു മാജിക് വന്നിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യാം, കസ്റ്റമൈസ് ഓപ്ഷൻ പോയിട്ട് നമ്മുടെ ലോക്ക് സ്ക്രീൻ സെലക്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ 2 പുതിയ ആപ്പ് ഐക്കൺസിലും ചെറിയൊരു വ്യത്യാസം കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഈ പറഞ്ഞ കൺട്രോൾസ് ഇനി മുതൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. യെസ്, ഈ പറഞ്ഞ ഫ്ലാഷ് ലൈറ്റും ക്യാമറയും ഇനി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാൻ പറ്റും. ഞാൻ ഈ ഒരു ലെഫ്റ്റ് ഐക്കണിൽ ഇവിടെ ട്രാൻസ്ലേറ്റ് ആപ്പ് കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ അബ്രോഡ് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ട്രാൻസ്ലേറ്റ് ആപ്പ് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ ആ ഒരു കാര്യം ഭയങ്കരമായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യും. ഇനി ഈ റൈറ്റ് സൈഡിൽ ഞാനിവിടെ മ്യൂസിക് റെക്കഗ്നിഷൻ കൊടുക്കുകയാണ്. നിങ്ങളിപ്പോൾ കോൺസേർട്ടിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡാൻസ് പരിപാടിക്ക് പോകുകയാണെങ്കിൽ ആ ഒരു പാട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ ഈ ഒരു ലോക്ക് സ്ക്രീൻ തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ ഡൺ കൊടുത്തു. നേരെ നമ്മുടെ ഈ ഒരു ലോക്ക് സ്ക്രീൻ നോക്കുമ്പോൾ മനസ്സിലാവും ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ട്രാൻസ്ലേറ്റ് ആപ്പും റൈറ്റ് സൈഡിൽ മ്യൂസിക് റെക്കഗ്നേഷനാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്കുണ്ടാകുന്ന വലിയ ഡൗട്ടാണ് ഇനി നമ്മുടെ ക്യാമറ ഓപ്ഷൻ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമെന്ന്. നമുക്ക് ഇനിയും ക്യാമറ കാര്യങ്ങളും ആക്സസ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്താൽ ഈ പറഞ്ഞ ക്യാമറ നമ്മുടെ ലോക്ക് സ്ക്രീനിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതേപോലെ മ്യൂസിക് റെക്കഗ്നേഷനും ട്രാൻസ്ലേറ്റ് ആപ്പും നമുക്ക് അവിടെ നിന്ന് തന്നെ ആക്സസ് ചെയ്യാം. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു ട്രാൻസ്ലേറ്റ് ആപ്പ് ഓട്ടോമാറ്റിക്കലി പോപ്പപ്പ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാ കാര്യവും അവിടെ നിന്ന് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അടുത്ത വന്നിരിക്കുന്ന മാറ്റം നമ്മുടെ ഫോട്ടോസ് ആപ്പിലാണ്. ഫോട്ടോസ് ആപ്പ് ഒരു കംപ്ലീറ്റ് റീഡിസൈനിങ് iOS 18 കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആദ്യമായിട്ട് ഫോട്ടോസ് ആപ്പ് എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു കോംപ്ലക്സ് ആപ്ലിക്കേഷനും അതേപോലെ ഭയങ്കര മെസ്സി ആയിട്ടിരിക്കുന്ന പോലെയും നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഭയങ്കരമായിട്ട് മാറ്റങ്ങളാണ് ഈ പറഞ്ഞ ഫോട്ടോസ് ആപ്പിൽ വരുത്തിയിരിക്കുന്നത്. ഓരോ ഫോട്ടോസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഓരോ ഫോട്ടോസും അവിടെയും ഇവിടെയുമായിട്ട് തെന്നിത്തെറിച്ച് കിടക്കുന്നതിലേക്കും ഫീൽ ചെയ്യുക. ഇവിടെ നമുക്ക് തൊട്ട് താഴത്ത് ഓൾ മന്ത്സ് ഇയേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. മന്ത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഓരോ മന്ത് അനുസരിച്ചും നമുക്ക് ഫോട്ടോസ് ആക്സസ് ചെയ്യാം. അതേപോലെ ഇയേഴ്സ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഓരോ കൊല്ലത്തെയും ഫോട്ടോസ് നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഓരോ ഫോട്ടോസും കറക്റ്റായിട്ട് ഫോർമേഷൻ ചെയ്യണമെങ്കിൽ ഈ ഒരു സോർട്ട് ഓപ്ഷനിൽ പോയി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ പറഞ്ഞ ഫോട്ടോസ് റീഅറേഞ്ച് ചെയ്യുകയും ഫിൽട്ടർ ചെയ്യുകയും ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോസ് ആപ്പ് നോക്കുമ്പോൾ മനസ്സിലാവും ഏറ്റവും താഴത്ത് നമുക്ക് റീസെൻറ്റ് ഡേയ്സ് ആണ് വന്നിരിക്കുന്നത്. ഇന്നും ഇന്നലെയുമായിട്ടൊക്കെ എടുത്തിരിക്കുന്ന ഓരോ ഫോട്ടോസും നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അതേപോലെ സെപ്റ്റംബർ 1, ഓഗസ്റ്റ് 30, ഓഗസ്റ്റ് 29 എന്നീ പറഞ്ഞ ഡേറ്റ്സിലുള്ള ഓരോ ഫോട്ടോസും അന്നെടുത്ത ഓരോ ഫോട്ടോസും നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. തൊട്ട് താഴത്തേക്ക് പോകുമ്പോൾ പെറ്റ്സ് ആൻഡ് പീപ്പിൾ ഉണ്ട്. അതേപോലെ പിൻഡ് കളക്ഷൻസ് ഉണ്ട്. നമ്മുടെ മെമ്മറീസ് നമുക്കിവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മൾ പോയിട്ടുള്ള ട്രിപ്സുകൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ആ ഓരോ ട്രിപ്സുകളും ഒരു ചെറിയ മെമ്മറി ആയിട്ട് ഈ പറഞ്ഞ iOS 18 നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ ഫീച്ചേർഡ് ഫോട്ടോസും നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. തൊട്ട് താഴത്തേക്ക് പോകുമ്പോൾ മീഡിയ ടൈപ്സ് എന്ന് കാണാൻ പറ്റും. ഈ ഒരു മീഡിയ ടൈപ്സിനാണ് നമ്മുടെ വീഡിയോസ്, സെൽഫീസ്, ലൈവ് വീഡിയോസ്, സ്ലോ മോഷൻ എല്ലാം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുക. അതേപോലെ തൊട്ട് താഴത്തേക്ക് പോകുമ്പോൾ ഇവിടെ യൂട്ടിലിറ്റി എന്ന ഓപ്ഷനാണ് നമ്മൾ ഡിലീറ്റ് ചെയ്ത ഫോട്ടോസും ഹിഡൻ ചെയ്ത ഫോട്ടോസും എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ലഭിക്കുക. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഓരോ കാര്യങ്ങളും എത്ര ഫോട്ടോസ് ഉണ്ടെന്നും അതേപോലെ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ആൽബം എന്ന് പറഞ്ഞ നമ്മുടെ iOS 17 വരെയും കണ്ട ആ ഒരു ഓപ്ഷൻ ഏറ്റവും താഴത്തേക്ക് ഇവിടെ പോയിട്ടുണ്ട്. നമ്മുടെ ഓരോ ആൽബം അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷനാണ് ലഭിക്കുക. ആൻഡ് iOS 18 എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോസ് ആപ്പ് ഫീച്ചറാണ് ഇതേപോലെ വാൾപേപ്പർ സജഷൻസ് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡിവൈസ് തന്നെ നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും. ആ ഓരോ ഫോട്ടോസും നമുക്ക് ക്ലിയർ ആയിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഫോട്ടോസ് ആക്സസ് ചെയ്താണ് നമുക്ക് ലഭിക്കുന്നത്. എൻ്റെ പെറ്റ്സിൻ്റെ ഈ ഒരു ഫോട്ടോസ് എനിക്ക് പെട്ടെന്നാണ് ഇഷ്ടപ്പെട്ടത്. അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ ഫോട്ടോ ഒരു വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യുകയും നമുക്ക് ഇതേപോലെ ഓരോ ഫോട്ടോസ് നമുക്ക് ക്ലിയർ ആയിട്ട് വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഈ ഒരു ഫോട്ടോസ് ആപ്പിൽ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അടുത്ത വന്നിരുന്ന മാറ്റം നമ്മുടെ ഫോൺ ആപ്പിലാണ്. ഇത്രയും നാളും ഐഫോൺ യൂസേഴ്സ് കാത്തിരുന്ന ആ ഒരു വലിയൊരു മാറ്റം T9 ഡയലിംഗ് എന്ന് പറയുന്നത്. ഞാൻ ഇപ്പോൾ ഒരു നമ്പർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ T9 ഡയലിംഗ് ഇവിടെ വന്നിട്ടുണ്ട്. കസ്റ്റമർ കെയർ എന്ന് വരും. അതേപോലെ ഫോർ മോർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ നോക്കുമ്പോൾ മനസ്സിലാവും
ആ ഓരോ നമ്പേഴ്സുള്ള ഫോൺ നമ്പേഴ്സും എനിക്കിവിടെ കറക്റ്റായിട്ട് ആക്സസ് ഉണ്ട്. 1 2 3 എന്നാണ് ഞാൻ സെർച്ച് ചെയ്തത്. ആ ഒരു 1 2 3 എന്ന് സെർച്ച് ചെയ്തപ്പോൾ അത് റെക്കഗ്നൈസ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ഉള്ള എല്ലാ നമ്പേഴ്സും എനിക്കിവിടെ തന്നിട്ടുണ്ട്. അതേപോലെ നിങ്ങൾക്ക് പിന്നീട് ഒരു ചേഞ്ച് കാണാൻ പറ്റുന്നത് സൈഡിൽ ഇവിടെ ഒരു ഫോൺ ആപ്പിൻ്റെ ഗ്ലിഫ് കൊടുത്തിട്ടുണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റായിട്ട് ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് കോളുകളും ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നീട് വന്ന മാറ്റം ഇനി മുതൽ റീസെൻ്റ്ലി കോൾഡിൽ നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോസും കൂടെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ആ ഓരോ കോണ്ടാക്ട് പോസ്റ്റേഴ്സിൻ്റെ ഐക്കൺസ് എനിക്കിവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓരോ ആൾക്കാർക്ക് ഫോട്ടോ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് എനിക്കിവിടെ കാണാം. ഞാൻ അതിന് പകരം ഫോട്ടോസ് ഇട്ടിട്ടില്ലെങ്കിൽ ആ ഓരോ ആൾക്കാരുടെയും ഫസ്റ്റ് ആൽഫബറ്റും ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മാറ്റവും നമ്മുടെ iOS 18 ഫോൺ ആപ്പിനെ നല്ല രീതിക്ക് പുഷ് ചെയ്യുന്നുണ്ട്. പിന്നീട് വന്നിരിക്കുന്ന മാറ്റം നമ്മുടെ മെസ്സേജിങ് ആപ്പിലാണ്. നമ്മുടെ ഡയറക്റ്റ് മെസ്സേജിങ് ആപ്പിലേക്ക് പോകാം. ഇവിടെ ഞാൻ എവിക്ക എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം എവറിത്തിങ് യു വാണ നോ അബൌട്ട് ആപ്പിൾ എന്ന് ടൈപ്പ് ചെയ്തു. നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടെക്സ്റ്റ് മാത്രം എടുത്ത് ആനിമേറ്റ് ചെയ്യാൻ പറ്റും. അതിന് ജസ്റ്റ് ഇവിടെ ഞാൻ ഈ ആപ്പിൾ എന്ന് മാത്രം സെലക്ട് ചെയ്തു. റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് പുതിയ ഐക്കൺ കാണാൻ പറ്റും. അവിടെ ടാപ്പ് ചെയ്തു. അവിടെ ടാപ്പ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ബിഗ് എന്ന് ടാപ്പ് ചെയ്താൽ ആ ഒരു ആപ്പിൾ മാത്രം വലുതാവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി എവിക്ക മാത്രം സെലക്ട് ചെയ്തു. അവിടെയും നമുക്ക് ഒരു ആനിമേഷൻ കൊടുക്കാം. ബ്ലൂം എന്നുള്ള ആനിമേഷൻ കൊടുത്തു. നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഓരോ സെലക്ട് ചെയ്ത ടെക്സ്റ്റ് മാത്രം ആ ഒരു ആനിമേഷനിൽ വന്നിരിക്കുന്നത്. നിങ്ങൾക്കത് മെസ്സേജ് ചെയ്യുമ്പോൾ ആ ഒരു ആനിമേഷൻ ഉൾപ്പെടെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തിരിച്ചു പോകുന്നതും ആ റിസീവറിന് അതേപോലെ iOS 18 ആണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നീട് വന്നിരിക്കുന്ന മാറ്റം നമ്മുടെ റിയാക്ഷൻസിലാണ്. നമ്മുടെ ടെക്സ്റ്റ് റിയാക്ഷൻസ് കുറച്ചധികം കളേഴ്സിലേക്ക് വന്നിട്ടുണ്ട്. നേരത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നെങ്കിൽ ഇവിടെ നമുക്ക് കളർ ഓപ്ഷനിലേക്ക് മാറിയിട്ടുണ്ട്. അതേപോലെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും കുറച്ചധികം ടെക്സ്റ്റിൻ്റെ ആ റിയാക്ഷൻസ് കൂടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കസ്റ്റമായിട്ട് ഒരു ടെക്സ്റ്റിന് റിയാക്ഷൻ ചെയ്യണമെങ്കിൽ ഇവിടെ ഈ ഒരു ഇമോജിയിൽ ടാപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമോജീസ് അയക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ ടെക്സ്റ്റിന് ഇനി മുതൽ റിയാക്ഷൻസ് എൻഡ്ലെസ് ആയിട്ട് നമുക്ക് അയക്കാം. ഓരോ ടെക്സ്റ്റിനും നമുക്ക് ഇഷ്ടമുള്ള, നേരത്തെ പ്രീസെറ്റ് ആയിരുന്നു, പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു റിയാക്ഷൻസ് കറക്റ്റായിട്ട് അയക്കാനും പറ്റുന്നതാണ്. ആൻഡ് iOS 18 വരുന്നതുകൊണ്ട് തന്നെ RCS മെസ്സേജ് സപ്പോർട്ട് നമുക്ക് വരുന്നുണ്ട്. RCS മീൻസ് റിച്ച് കമ്മ്യൂണിക്കേഷൻ സർവീസ്. ഇനി മുതൽ ആൻഡ്രോയിഡ് യൂസേഴ്സിലും നമുക്ക് ഈ പറയുന്ന ടെക്സ്റ്റ് എഫക്റ്റും അതേപോലെ ആനിമേഷൻസും കറക്റ്റായിട്ട് അയക്കുകയും ആ ഒരു ആൻഡ്രോയിഡ് യൂസറിനും ഈ ഒരു എല്ലാ എഫക്ട്സും ബാക്കി കാര്യങ്ങളും കറക്റ്റായിട്ട് കാണാനും പറ്റുന്ന ആ ഒരു ഓപ്ഷനാണ് RCS എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മുടെ മെസ്സേജിങ് ആപ്പിൽ ബോട്ടം ലെഫ്റ്റ് സൈഡിൽ ഒരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും. അവിടെ ടാപ്പ് ചെയ്ത് നേരെ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ചെക്ക് ഇൻ എന്ന് പറഞ്ഞ പുതിയ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ചെക്ക് ഇൻ ഓപ്ഷൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫ്രണ്ടിനെ ഈ ഒരു ചെക്ക് ഇൻ ഓപ്ഷൻ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു വ്യക്തി കറക്റ്റ് ആ ഒരു ലൊക്കേഷനിലേക്ക് എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരും. ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ അയച്ചു കൊടുത്ത ആ ഒരു വ്യക്തി കറക്റ്റ് ആ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളും എല്ലാം ലഭിക്കുന്നതാണ്. നിങ്ങൾ ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ എവിടെയും ജിമ്മിലൊക്കെ പോവുകയാണെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങളുടെ ജിമ്മേറ്റോ അല്ലെങ്കിൽ ഫ്രണ്ടൊക്കെ കറക്റ്റായിട്ട് എത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഫോൺ എടുത്ത് നോക്കേണ്ട ആവശ്യം വരില്ല. ഈ ഒരു ചെക്കിൻ ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് വരുന്നതായിരിക്കും. ഇനി നമ്മുടെ iOS 18 പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആപ്ലിക്കേഷനാണ് പാസ്വേഡ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ സെയിം ആപ്പിൾ ID സിങ്ക് ചെയ്യുന്ന അക്രോസ് എല്ലാ ഡിവൈസുകൾക്കും പാസ്വേഡ് ആപ്പ് ലഭിക്കുന്നതാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ പാസ്വേഡ്സും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ പറഞ്ഞ ആപ്പിൽ ലഭിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. നിങ്ങളുടെ ഫേസ് ID ചോദിക്കുന്നുണ്ട്. തൊട്ട് താഴത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറേയധികം കാറ്റഗറീസ് കാണാൻ പറ്റും. ഓൾ എന്ന് പറഞ്ഞ പേരിൽ 172 പാസ്വേഡ്സ് ആണ് ഞാൻ സേവ് ചെയ്തിരിക്കുന്നത്. അതേപോലെ കുറച്ചധികം കാറ്റഗറീസ് ഇവിടെ വന്നിട്ടുണ്ട്. വൈഫൈ, സെക്യൂരിറ്റി എന്നിങ്ങനെ പേരിലും നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് പാസ്വേഡ് അഡീഷണലി ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ആ ഒരു ന്യൂ ഗ്രൂപ്പ് എന്നൊരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. അതേപോലെ നിങ്ങളുടെ പാസ്വേഡ് നിങ്ങളുടെ കോൺടാക്റ്റിലുള്ള ഒരു ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പറിനോ അയച്ചു കൊടുക്കാനും ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ആ ഒരു പാസ്വേഡ് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. പിന്നീട് നമ്മുടെ iOS 8 വന്ന കംപ്ലീറ്റ് റീഡിസൈനിങ് ആപ്പിൽ ഒന്നാണ് കാൽക്കുലേറ്റർ എന്ന് പറയുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ എടുക്കാം. നിങ്ങൾക്ക് നോക്കും മനസ്സിലാവും ഒരു കംപ്ലീറ്റ്
UI ചേഞ്ച് ഇവിടെ വന്നിട്ടുണ്ട്. ആൻഡ് ഞാൻ രണ്ടൊന്ന് ഡിജിറ്റ് ടാപ്പ് ചെയ്യുമ്പോൾ ബാക്ക് സ്പേസ് അടിക്കാനുള്ള ഓപ്ഷനും നമ്മുടെ പുതിയ കാൽക്കുലേറ്റർ ആപ്ലിക്കേഷനിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ബോട്ടം ലെഫ്റ്റ് സൈഡിൽ ടാപ്പ് ചെയ്യുമ്പോൾ കുറച്ച് പുതിയ ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. ബേസിക്, സയൻറ്റിഫിക്, മാക്സ് നോട്ട് ആൻഡ് കൺവേർട്ട് എന്നാണ്. ഈ ഒരു കൺവേർട്ട് ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും നമ്മുടെ കറൻസി എക്സ്ചേഞ്ചിൻ്റെ ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒരു $100 അടിച്ചു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 8,389 റുപ്പീസാണ് വന്നിരിക്കുന്നത്. ഈ ഒരു കറൻസി മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടം പോലെ യൂണിറ്റ്സ് ഇവിടെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും കറൻസി, ഡാറ്റ, എനർജി, ഫോഴ്സ്, ഫ്യൂവൽ, ലെങ്ത്, പവർ, പ്രഷർ എന്നിങ്ങനെ ഇഷ്ടം പോലെ ഡാറ്റാസാണ് ഈ പറഞ്ഞ കാൽക്കുലേറ്റർ ആപ്പിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. ഇനി ജസ്റ്റ് ഈ ഒരു കൺവേർട്ട് ഓപ്ഷൻ നമുക്ക് ഓഫ് ചെയ്യാം. അടുത്തതായിട്ട് നമ്മുടെ സയൻറ്റിഫിക് എടുക്കാം. സയൻറ്റിഫിക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കാസിയോ കാൽക്കുലേറ്ററിൻ്റെ ആ ഒരു യൂസർ ഇൻ്റർഫേസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒന്നുമല്ല ഈ ഒരു കാൽക്കുലേറ്റർ ആപ്പിൻ്റെ ഫണ്ടമെൻ്റൽ ചേഞ്ച് വന്നിരിക്കുന്നത്. നേരെ പുതിയൊരു ഓപ്ഷനായിട്ടുള്ള മാക്സ് നോട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ നമ്മുടെ ഈ പറഞ്ഞ ഹാൻഡ് റൈറ്റിംഗ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാൽക്കുലേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് കൊണ്ട് തന്നെ ജസ്റ്റ് ഒരു കാൽക്കുലേഷൻ ചെയ്യാണ്. 369 + 137 ഈക്വൽ ടു, ഞാനിവിടെ ഈക്വൽ ടു കൊടുത്തിട്ടുണ്ട്, അത് കറക്റ്റ് ആയിട്ടുള്ള. ജസ്റ്റ് ഞാൻ ഈ പറഞ്ഞ ഈക്വൽ ടു കൊടുത്തു. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഈ ഒരു കാൽക്കുലേഷൻ ചില സമയത്ത് ബഗ്ഗിയാണ്, അല്ലെങ്കിൽ ചില സമയത്ത് കറക്റ്റായിട്ട് ആക്യുറേറ്റ് ആയിട്ട് വർക്ക് ആവുന്നില്ല. ഞാൻ ഒന്നും കൂടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് റേസ് ചെയ്തിട്ട് നേരെ ഒന്ന് എഴുതാം. 367 + 117 ഈക്വൽ ടു ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും 484 എന്നുള്ള ആ ആൻസർ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾക്കും ഈ പറഞ്ഞ ഹാൻഡ് റൈറ്റിംഗ് ഉപയോഗിച്ചുകൊണ്ട് കാൽക്കുലേറ്റർ ആപ്പിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഐപാഡിലാണ്. പക്ഷേ ഓരോ അപ്ഡേറ്റിന് ശേഷം കാൽക്കുലേറ്റർ ആപ്പ് ഇനി iOS 18 ആപ്പിൾ നല്ല രീതിക്ക് ഇമ്പ്രൂവ് ചെയ്യും. സോ ഈ പറയുന്ന കാൽക്കുലേറ്റർ ആപ്പ് ഇനിയും നമ്മുടെ ഫണ്ടമെൻ്റൽ കാര്യങ്ങൾക്കായിട്ട് ഇനി യൂസ് ചെയ്യാം. പിന്നീട് ഒരു കംപ്ലീറ്റ് റീഡിസൈനിങ് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ സെറ്റിംഗ്സ് പേജിലാണ്. ഈ ഒരു സെറ്റിംഗ്സ് ആപ്പ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് തുടക്കം തന്നെ കാണുന്ന കണക്റ്റീവ് ഓപ്ഷൻസിലും കുറേയധികം റീഅറേഞ്ച്മെൻറ്റ് കാണാൻ പറ്റും. തൊട്ട് താഴത്തേക്ക് പോകുമ്പോൾ ഇനി മുതൽ നമ്മുടെ ആപ്ലിക്കേഷൻസ് ഇവിടെ താഴത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. നമുക്ക് യൂഷ്വലി iOS 17 വരെയും എല്ലാ ആപ്ലിക്കേഷൻസും താഴത്തേക്ക് ലിസ്റ്റ് ചെയ്തായിരുന്നു. ഇനി മുതൽ അതിന് സെപ്പറേറ്റ് പേജ് ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യണമെങ്കിൽ എല്ലാ ആപ്ലിക്കേഷൻസും നിങ്ങളുടെ ഐഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന എല്ലാ ആപ്ലിക്കേഷൻസും ഇവിടെയാണ് ഇനി മുതൽ നമുക്ക് കൺട്രോൾ ചെയ്യാനും അതേപോലെ അതിനുള്ള എല്ലാ ആക്സസിബിലിറ്റീസും ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതേപോലെ സെറ്റിംഗ്സ് ആപ്സും നല്ല രീതിക്ക് ആപ്പിൾ റീഡിസൈനിങ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു വന്നിരിക്കുന്ന മാറ്റമാണ് ഏറ്റവും കൂടുതൽ ഐഫോൺ യൂസേഴ്സ് കാത്തിരുന്നതും അതേപോലെ വണ്ടർ അടിച്ചിരിക്കുന്ന ആ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് യെസ്, ക്യാമറ ആപ്ലിക്കേഷൻ. ഈ ഒരു ക്യാമറ ആപ്ലിക്കേഷൻ ഇപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ചേഞ്ചും കാണാൻ പറ്റില്ല. പക്ഷേ വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു പോസ് ബട്ടൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. യെസ്, ഇനി മുതൽ നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച് ഈ ഒരു വീഡിയോ പോസ് ചെയ്യാനും അതനുസരിച്ച് പിന്നീട് റീറെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ ഐഫോണിൽ iOS 18 വഴി ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു അപ്ഡേഷൻ എല്ലാ കൂട്ടർക്കും പുതുതായിട്ട് കുറേയധികം എക്സ്പീരിയൻസ് ലഭിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഇതേപോലുള്ള പുതിയ പുതിയ അപ്ഡേഷൻസ് റിലീസാകുമ്പോൾ തന്നെ ആക്സസ് ചെയ്യാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു എവിക്കയുടെ ഫുൾ പുതിയ വാൾപേപ്പർ പാക്കുകൾ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ തൊട്ട് താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അവിടെ ക്ലിക്ക് ചെയ്തും ഈ ഓരോ വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ഇതേപോലെ നിങ്ങൾക്ക് iOS 18 ഏതെങ്കിലും ഒരു പുതിയ ആപ്ലിക്കേഷനോ ബാക്കി കാര്യങ്ങളോ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്താൽ മതി. അതിനെപ്പറ്റിയുള്ള ഡെഡിക്കേറ്റഡ് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും വാട്സാപ്പിൽ കൂടെയും നമ്മളെ ഫോളോ ചെയ്യുന്നതാണ്. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. This is Jebin Xavier signing from Evica.